ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കാവൽക്കാരായിട്ട് നിൽക്കുന്നത് തന്നെ ഇവിടത്തെ വാനരന്മാരാണ് കേട്ടോ. കൂവപ്പായസമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് തന്നെ. കൂവപ്രസാദം ലഭിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിനുണ്ട്. മംഗല്യ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക വഴിപാടുകളും പൂജകളും തന്നെ നടത്തി കൊടുക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് തന്നെ ഭഗവതിയാണേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ജന. അപ്പം നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കോഴിക്കോടുള്ള കാരന്തൂർ സ്ഥിതി ചെയ്യുന്ന തുറയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. സാധാരണയായിട്ട് കണ്ടുവരൽ എന്താണ്, നമ്മളൊരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് എണ്ണ, ചന്ദനത്തിരി അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതലുണ്ട് അല്ലേ, ഭഗവാനും ഭഗവതിക്കും സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ നമ്മൾ കയ്യിൽ പഴം, ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യം നമ്മൾ ചിന്തിക്കണം കേട്ടോ. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണേ. കാരണം എന്താന്ന് വെച്ചാൽ ദൂരെ നിന്നിട്ട് ഈ കുരങ്ങന്മാർ നമ്മളെ കയ്യിലുള്ള സാധനം എന്താന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് മൊത്തം കൊടുത്ത് തീർക്കാതെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോലും നമ്മളെ കയറ്റി വിടൂല കേട്ടോ. ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിന്. കാരണം എന്താന്ന് വെച്ചാൽ കാടിനുള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പോരാത്തതിന് നിറയെ കുരങ്ങന്മാരും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ അമ്പലത്തിന്റെ പ്രത്യേകതകളൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് ദൂരെ നിന്നിട്ട് കാണാനും ഈ അമ്പലത്തിൽ ഒന്ന് തൊഴാനും വേണ്ടിയിട്ട് ദൂരെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് എത്തിപ്പെടുന്ന ഒരു അമ്പലമാണ് ഇത്. അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ആൽത്തറയാണ് കേട്ടോ മുന്നിൽ തന്നെ കാണുന്നത്. വലിയൊരു ആൽത്തറ കാണാം. അവിടെ തൊട്ട് തൊഴുതിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മുമ്പ് പോകാവുന്നതാണ്. ഇത്രയും കുരങ്ങന്മാർ ഈ അമ്പലത്തിൽ ഉണ്ടെങ്കിലും ഇല്ലേ, ഒരാൾ പോലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വരൂല കേട്ടോ. അവർക്ക് എന്താണോ നമ്മൾ കൊണ്ടുപോകുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചു പോയിക്കോളും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് തന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു നീണ്ട വഴിയാണ് കേട്ടോ. നേരത്തെ കണ്ട ആൽമരത്തിന്റെ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നടന്നിട്ട് വേണം നമ്മൾ ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് മൊത്തം കാടല്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിറച്ചും ഔഷധ വൃക്ഷങ്ങളാണ്. ഇത് മൊത്തം ഔഷധ വൃക്ഷങ്ങളും ചെടികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. 5:30 ഇവിടെ സാധാരണ നട തുറക്കാറ്. അതിൻ്റെ മുന്നേ എത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നടന്ന് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റുമായിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ കാടുകളും മരങ്ങളും പുഴകളും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ നടക്കണം ഈ പുഴ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ. ഏകദേശം 5:30 ആയപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണേ. അമ്പലത്തിന്റെ മുൻവശത്ത് തന്നെ നമുക്ക് വഴിപാട് കൗണ്ടറാണ് ആദ്യം തന്നെ കാണുന്നത്. അവിടെ പോയി ഞങ്ങൾ കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാണ്ടേനി. അതൊക്കെ ഷീട്ടാക്കി നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങി നടന്ന് ഞങ്ങൾ അമ്പലത്തിന്റെ മുൻവശത്തെത്തിട്ടോ. മുൻഭാഗത്ത് തന്നെ വലിയൊരു ആറാണ് കാണാൻ കഴിയട്ടോ നമുക്ക്. കാരണം അത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഔഷധ ആറാണേ ഇത്. കാരണം 2 സൈഡും നിറച്ചും ഔഷധ വൃക്ഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ആറിൻ്റെ ഉള്ളിൽ. പണ്ട് കാലത്ത് ഇവിടെ തൊഴാൻ വരുന്ന എല്ലാ ജനങ്ങളും ഈ ആറിൽ നിന്നും വെള്ളം മുക്കി കുടിക്കും എന്നൊരു ഐതിഹ്യം കൂടി ഈ അമ്പലത്തിനുണ്ട് കേട്ടോ. ഇവിടെ മംഗല്യപൂജ കഴിക്കുന്നതിന് 140 രൂപയാണേ. തലേ ദിവസം വന്നിട്ട് ഷീട്ടാക്കിയിട്ട് രാവിലെയാണ് കേട്ടോ ഇവിടെ മംഗല്യപൂജ കഴിക്കുന്നത്. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ കൂവപ്പായസം നമ്മൾ ഷീട്ടാക്കല്. അതും തലേ ദിവസം തന്നെ വന്നിട്ട് നമ്മൾ ഷീട്ടാക്കിയിട്ട് പിറ്റേ ദിവസം വന്നിട്ട് വേണം കേട്ടോ ഇതിന്റെ പ്രസാദം മേടിക്കാനായിട്ട്. അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.